20-ാം തീയതി 22-ാം തീയതിയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. ഒരു മാസമായിട്ട് കുറെ മത്സരങ്ങളും പരിപാടികളും സാഹിത്യ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി 20-ാം തീയതി വായനാവാരാഘോഷത്തിന്റെ ഉദ്ഘാടനം, 22-ാം തീയതി ഒരു മനഃശാസ്ത്ര സെമിനാർ, PN പണിക്കർ അനുസ്മരണം ഒക്കെ നടത്തുന്നു. 20-ാം തീയതിയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് E. സന്തോഷ് കുമാർ എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. അമലയുടെ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ അധ്യക്ഷം വഹിക്കുന്നു. ഒരു മാസം 1.5 മാസത്തോളമായി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റുഡൻസിനും വേണ്ടി ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ അടുത്ത ദിവസം നടക്കുന്നത് നേരത്തെ പറഞ്ഞു, കേരള വെറ്റിനറി സർവകലാശാല മുൻ ലൈബ്രറിയൻ ഡോക്ടർ EK മോഹൻലാൽ PN പണിക്കർ അനുസ്മരണ യോഗം നടത്തും. അത് കഴിഞ്ഞ് കേരള കാർഷിക സർവകലാശാല ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ NB നിഷ വായനാ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച വിവിധ തരത്തിലുള്ള മത്സരങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റുഡൻറ് കൗൺസിൽ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന്റെ. അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് നമ്മളോട് സംസാരിക്കും. നമസ്കാരം, എൻ്റെ പേര് ടോൺ തോമസ്. ഞാൻ 2023 ബാച്ചിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. സ്റ്റുഡൻറ് കൗൺസിലിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിറ്റററി ക്ലബിന്റെ ഭാഗമായിട്ട് ലൈബ്രറിയുമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ നമ്മൾ അലങ്കാര എന്ന പേരിൽ ഒരു ലിറ്ററേച്ചർ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് ഷോർട്ട് സ്റ്റോറി, പദ്യം രചന എന്നുള്ള കോമ്പറ്റീഷനുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് 20-ൽ പരം കോളേജുകളിൽ നിന്നും 80-ലധികം പാർട്ടിസിപ്പൻസിൽ നിന്നായിട്ട് 150-ലേറെ കൃതികൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു 1-ാം ഘട്ട സ്ക്രീനിങ് നിലവിൽ കഴിഞ്ഞു. വിജയികളെ നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ ഈ ഒരു മെഡിക്കൽ സമൂഹത്തിലുള്ള ഒരു സ്ട്രെസ്സും ആ ഒരു ജീവിതശൈലിയും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ ഇത്തരമൊരു ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ടും വായനയ്ക്കും ഇത്തരം സാഹിത്യ മത്സരങ്ങൾക്കും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നത് ലൈബ്രറിക്കും ഞങ്ങളുടെ കൗൺസിലിനോട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ലൈബ്രറി യൂസറിനെ സെലക്ട് ചെയ്തതാണോ? ഞങ്ങളുടെ എല്ലാ കോളേജുകളിൽ നിന്നുള്ള അല്ല, അത് മത്സരങ്ങളല്ല. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്ദർശിച്ചവര്, കൂടുതൽ പ്രാവശ്യം പുസ്തകം എടുത്ത ആൾക്കാർ, അതിൽ നിന്നാണ് ബെസ്റ്റ് യൂസേഴ്സിനെ തിരഞ്ഞെടുത്തത്. ഇത് സാഹിത്യ മത്സരങ്ങളാണ്. പുസ്തകം എടുക്കുകയും ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്യുന്ന 2 മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ട്. അത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, അതിനൊരു ക്രൈറ്റീരിയ വെക്കാനായിട്ട് പറ്റില്ല. ലൈബ്രറിയുടെ ഏറ്റവും വലിയൊരു പരാതിയായിട്ട് പറയുന്നത് ഈ വിജ്ഞാനം ജനങ്ങളിലേക്ക് വായനക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അമലയിൽ 3 കോടി രൂപയുടെ പുസ്തകങ്ങൾ ജേണലുകൾ വാങ്ങുന്നുണ്ട്. ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഗവേഷണവും അധ്യാപനം നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തീർക്കാൻ വേണ്ടിയാണ് സെമിനാറുകളായും ഈ വായനാവാരത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നടത്തുന്നത്. അപ്പൊ 4 കോളേജുകളുണ്ട്. അമല മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂള്, പാരാമെഡിക്കൽ കോളേജ്. അങ്ങനെ 4 കോളേജുകളിൽ നിന്നുള്ള നല്ല വായനക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന്, ടീച്ചർമാരുടെ ഇടയിൽ നിന്ന് വായനക്കാരെ തിരഞ്ഞെടുക്കുക, അവർക്ക് അവാർഡുകളും സമ്മാനങ്ങളും നൽകുന്നുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് പറയാവുന്നത്, നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ എല്ലാ വർഷവും നടത്താറുള്ള നാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ, അമല നാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അതിന്റെ പണിപ്പുരയിൽ തന്നെയാണ്. 3 ദിവസത്തെയാണ് നടത്തുന്നത് ബുക്ക് ഫെസ്റ്റിവൽ. ഞങ്ങള് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ 3 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ബുക്ക് ഫെസ്റ്റിവൽ. ഇത് 4th സീരീസ് ആയിട്ടാണ് വരുന്നത്. ദെൻ ഈ ബുക്ക് ഫെസ്റ്റിവലോടനുബന്ധിച്ച് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വൈസ് ബെസ്റ്റ് ലൈബ്രറിക്കുള്ള അവാർഡ്, ഈവൻ സ്കൂൾ ലൈബ്രറികൾക്കുള്ള അവാർഡ് ക്രൈറ്റീരിയ ബേസിൽ നമ്മൾ പോയി ജഡ്ജ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് സ്കൂൾ മാഗസിൻ, ഒരു ലിറ്റററി മാഗസിൻ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് അതും, ഇതുപോലെ തന്നെ ബെസ്റ്റ് ലൈബ്രറി സ്കൂൾ മാഗസിനുള്ള അവാർഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് സ്റ്റുഡൻസിന്, അതായത് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലിറ്റററി കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ
നമ്മുടെ ലാബുകൾ, മെഡിക്കൽ കോളേജ് ഈവൻ അനാറ്റമി, ബയോകെമിസ്ട്രി ലാബുകളൊന്നും എല്ലാവർക്കും ആക്സസിബിൾ അല്ല. കുറച്ച് ലിമിറ്റഡ് യൂസേഴ്സിന് മാത്രം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് സ്റ്റുഡൻസിന് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ള ഈ സെഷൻസ് എല്ലാം നമ്മൾ ഈ ബുക്ക് ഫെസ്റ്റിവലിന്റെ സീസണിൽ നമ്മളെ പബ്ലിക്കിനും കൂടി ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കാരണം നമുക്കൊന്ന് ആ ഒരു ഈവൻ പാർട്ടിസിപ്പൻസിന്റെ രജിസ്ട്രേഷൻ കിട്ടിയാലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാരണ മെഡിക്കൽ കോളേജുകളിൽ പുസ്തകം ഇഷ്യൂ ചെയ്യാറില്ല. അതായത് ഇപ്പൊ 3 വർഷമായിട്ട് അമലയിൽ പുസ്തകം ഇഷ്യൂ തുടങ്ങി. ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജുകളും പുസ്തകം ഇഷ്യൂ തുടങ്ങി. അതുപോലെ തന്നെ ലിറ്ററേച്ചർ പുസ്തകങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവാറില്ല. ലിറ്ററേച്ചർ വായിച്ചാൽ പുസ്തക കുട്ടികൾ കേടാവുന്നതാണ് പൊതുവെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്ലാഗിയറിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ ലിറ്ററേച്ചർ പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് നല്ല രീതിയിലുള്ള നല്ല സ്റ്റുഡൻസ് ആയിട്ടും അധ്യാപകരായിട്ടും കാണുന്നത്. അപ്പൊ അങ്ങനെ കുറെ അധികം മാതൃകകൾ അമല മെഡിക്കൽ കോളേജിൽ തുടങ്ങിയിട്ടുണ്ട് 3-4 വർഷത്തോളമായിട്ട്. പുസ്തകങ്ങളുടെ വാങ്ങുന്നതിന്റെ കാര്യത്തിലും 3 കോടി രൂപ ഇന്ന് കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജും ഒരു യൂണിവേഴ്സിറ്റി പോലും ചെലവാക്കുന്നത്. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 28 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ആളാണ്. DRDOയിൽ വർക്ക് ചെയ്തിരുന്നതാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ്. അവിടെ ഒന്നും ഇത്ര ഫണ്ട് ചെലവാക്കുന്നില്ല. ഒരു വർഷത്തെ എമൗണ്ട് ആണ്. ഇപ്പൊ ലൈബ്രറിയിൽ ഒരു ഫ്രീ ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, രാവിലെ 7 മണി തൊട്ട് പുലർച്ചെ 2 മണി വരെ കുട്ടികൾ സ്വന്തമായിട്ട് സ്റ്റാഫിനാർക്കും പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ അത്രയ്ക്കധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് നല്ല ഗവേഷണവും നല്ല ടീച്ചർമാരും ഡോക്ടർമാരൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു.